ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എക്സ്ബാക്ക് സീക്രട്ട് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങളൊരു റിലേഷൻഷിപ്പിലായിരുന്നു, എന്തൊക്കെയോ ഇഷ്യൂവിൻ്റെ പേരിൽ അത് ബ്രേക്കപ്പായി, ആ വ്യക്തി ഇനിയും നിങ്ങളുടെ ലൈഫിലോട്ട് തന്നെ തിരിച്ചു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഫോഴ്സ് ചെയ്യാതെ, അതുപോലെ തന്നെ അവരെ വിളിച്ച് സംസാരിക്കാതെ അവരായിട്ട് ഇങ്ങോട്ട് വരേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനിൽ ഒരുപാട് സീക്രട്ടുകളുണ്ട്. അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. യു അട്രാക്ട് വാട്ട് യു തിങ്ക് എന്ന് പറയുന്നത്, അഥവാ നിങ്ങൾ ആകർഷിക്കുന്നത് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ്. ഇത് നമ്മളെ ലൈഫിലെ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഈ ഒരു തിയറി കറക്റ്റാണ്. അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ബ്രേക്കപ്പായി പോയിട്ടുള്ള ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ഞാൻ പറയാം, നിങ്ങളിപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഫൈറ്റ് ഉണ്ടായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻസ്, അതുപോലെ തന്നെ ഇനി അവൾ ലാസ്റ്റ് ബ്രേക്കപ്പ് പറയുമ്പോൾ സംസാരിച്ചു പോയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ആയിരിക്കും. അത് തന്നെ റിപ്പീറ്റഡായി ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും, വിഷ്വൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. സ്വാഭാവികമായിട്ടും നമുക്ക് എങ്ങനെയാണ് അവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുക, അല്ലെങ്കിൽ അവർക്ക് തിരിച്ചു വരണം എന്നുള്ളൊരു മാനസികാവസ്ഥ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക നമ്മുടെ മൈൻഡ് പവർ ഉപയോഗിച്ചുകൊണ്ട്? പോസിബിൾ അല്ല. കാരണം നമ്മൾ ഇതാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രോബ്ലംസും ആ വഴക്കിട്ടതും അതുപോലെ അവൾ അവസാനമായി പറഞ്ഞ വാക്കുകളും റിപ്പീറ്റഡായിട്ട് ചിന്തിക്കുന്നതിന് പകരം അവർ തിരിച്ചു വരാൻ വേണ്ട രീതിയിൽ ചിന്തിക്കുക എന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകളാണ് പറയുന്നത്. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളും അവരും തമ്മിൽ റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് ഹാപ്പി ആയിട്ടുള്ള ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് ജസ്റ്റ് ആലോചിക്കുക. അത് വീണ്ടും മനസ്സിൽ ചിന്തിക്കുക, വിഷ്വൽ ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിന് നന്നായിട്ട് നന്ദി പറയുക. അഥവാ അവരുള്ളപ്പോൾ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു, എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും അവർ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ അതുകൊണ്ടാണ് അല്ലേ? അപ്പോൾ ആ ഹാപ്പിനെസ്സും എല്ലാം റീക്രിയേറ്റ് ചെയ്യുക, ആ ഫീലിങ്സ് എല്ലാം വിഷ്വൽ ചെയ്യുക. അതിന് നന്നായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് മനസ്സിൽ ഷോ ചെയ്യുക, അഥവാ നന്ദി പ്രകടിപ്പിക്കുക, ദൈവത്തിനോട് നന്ദി പറയുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്, അവർ തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റും നമ്മുടെ തോട്ട് പ്രോസസ്സ് വഴി അവരെ നമ്മളിലോട്ട് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് പവർഫുൾ വിഷ്വലൈസേഷൻ ചെയ്യാവുന്നതാണ്. അഥവാ ഫ്യൂച്ചറിൽ, അഥവാ അവർ തിരിച്ച് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം ലൈഫ് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അത് ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾക്ക് വിഷ്വൽ ചെയ്യാം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വിഷ്വൽ ചെയ്യുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ഒന്നുകിൽ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ഏതെങ്കിലും ഒരു ടൈം ചൂസ് ചെയ്യുക. ഇനി മോർണിംഗും നൈറ്റും 2 നേരം ചെയ്താലും കുഴപ്പമില്ല. വിഷ്വലൈസേഷൻ ചെയ്യുക. എന്താണ് ചെയ്യേണ്ടത് കൃത്യമായി പറഞ്ഞു തരാം. ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വന്നു എന്ന് വിചാരിക്കുക. എങ്ങനെയായിരിക്കും നിങ്ങളുടെ ലൈഫ്? 1, 2, 3 സിറ്റുവേഷൻസ് എടുക്കുക. നിങ്ങൾ വീട്ടിൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പ്രണയത്തിലാണെങ്കിൽ ആ പ്രണയിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും നിങ്ങൾ ഫോണിൽ സംസാരിക്കുക, എന്തൊക്കെയായിരിക്കും നിങ്ങൾ സംസാരിക്കുക, നേരിട്ട് മീറ്റ് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്തായിരിക്കും, ഫുഡ് കഴിക്കാനാണോ നിങ്ങൾ നേരിട്ട് മീറ്റ് ചെയ്യുന്നത്, അതോ എങ്ങോട്ടെങ്കിലും യാത്ര പോകാൻ വേണ്ടിയിട്ടാണോ? അതൊക്കെ മനസ്സിലൊന്ന് പ്ലാൻ ചെയ്തതിന് ശേഷം 1, 2, 3 സിറ്റുവേഷൻസ് എടുത്ത് ഡെയിലി ഒന്ന് വിഷ്വലൈസേഷൻ ചെയ്യുക. അത് മാക്സിമം ഫീൽ ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യുന്നത് വഴി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് ഈ ഒരു പിക്ചേഴ്സ് പോവുകയും അതവിടെ പതിയുകയും ചെയ്തു കഴിഞ്ഞാൽ, അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇനി ഒരു അഫർമേഷനും കൂടി പറയുന്നുണ്ട്. അത് പറയുന്നതിന് തൊട്ട് മുമ്പ് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഓക്കെ. അപ്പോൾ ഈ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലോട്ട് കൊടുക്കുകയും അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കും. ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ ഇരുന്നു കൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വഴക്കിട്ടതും അവസാനം പറഞ്ഞു പോയ വാക്കും ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് പറഞ്ഞതുമാണ് റിപ്പീറ്റഡായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പല ടെക്നിക്കുകൾ അപ്ലൈ ചെയ്തിട്ടും നിങ്ങൾക്ക് എക്സിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ അവർ നിങ്ങളെ തേടി വരാത്തത്.
അപ്പോൾ ഇങ്ങനെ മാറ്റി കുറച്ച് കാര്യങ്ങളൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക, സബ് കോൺഷ്യസ്ലി ഒന്ന് പ്രോഗ്രാമിങ് ചെയ്യുക. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അവസാനം പറഞ്ഞു പോയിട്ടുള്ള വാക്ക്, ഞാൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. അത് മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവും. കാരണം അത്തരം ഒരു ഇമോഷണൽ സിറ്റുവേഷനിൽ നമ്മുടെ മനസ്സ് വേദനിക്കും, ഭയങ്കര ഇമോഷണലാണ്, പെട്ടെന്ന് അത് സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയും. അപ്പോൾ അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു അഫർമേഷൻ കൂടി ഞാൻ പറഞ്ഞു തരാം. ഒരു വി അഫർമേഷനാണ്. എന്ന് പറഞ്ഞാൽ വി അഫർമേഷൻസിന് കുറച്ചുകൂടി പവർ കൂടും. ഓക്കെ, അപ്പം അതുകൂടി നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഈ വിഷ്വലൈസേഷൻ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റ് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. രാവിലെ എണീറ്റ ഉടനെയും രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപാണ് വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത്. അതൊരു 3 മിനിറ്റ്സ് ചെയ്തതിന് ശേഷം ഓരോ സിറ്റുവേഷൻസ് ഓരോ മിനിറ്റ് ചെയ്താൽ മതി. പ്ലസ് നിങ്ങൾ അഡീഷണൽ ചെയ്യേണ്ടത് ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു അഫർമേഷൻ, ഞങ്ങൾ തമ്മിൽ അടുപ്പത്തിലാണ് എന്നതാണ്. ഞങ്ങൾ തമ്മിൽ അടുപ്പത്തിലാണ്. അത് ഞങ്ങൾ എന്നുള്ള സ്ഥലത്ത് ഞാനും ആ വ്യക്തിയുടെ പേരും വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ ആരാണെന്നുള്ളത്. ഞങ്ങൾ തമ്മിൽ അടുപ്പത്തിലാണ്, ഞങ്ങൾ തമ്മിൽ അടുപ്പത്തിലാണ്. മനസ്സിൽ അവളുടെ മുഖം ആലോചിച്ചുകൊണ്ട് നിങ്ങൾക്കത് ഒരു 5 മിനിറ്റോളം റിപ്പീറ്റ് ചെയ്തിട്ട് മനസ്സിൽ പറയാവുന്നതാണ്. ഇത് രാവിലെയും വൈകുന്നേരം വിഷ്വലൈസേഷന് ശേഷം ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ ഏത് ടെക്നിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് എക്സാക്റ്റ് റിസൾട്ട് കിട്ടും. പലപ്പോഴും പല ടെക്നിക്കുകൾ അപ്ലൈ ചെയ്തിട്ടും റിസൾട്ട് കിട്ടാത്തത് നമ്മുടെ മനസ്സിൽ കണ്ടീഷൻ ചെയ്യപ്പെട്ട് കിടക്കുന്നത് പലതും നെഗറ്റീവാണ്. നമ്മൾ ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നെഗറ്റീവ് തോട്ട് പ്രോസസ്സാണ് നടക്കുന്നത്, വിഷ്വലൈസേഷൻ പ്രോസസ്സ് നെഗറ്റീവാണ് നടക്കുന്നത്. അതുകൊണ്ടൊക്കെയാണ് നമുക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കാത്തത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇത്തരം ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ ഇത് വളരെയധികം കാരണമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏത് തരത്തിലുള്ള ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഇഷ്യൂ എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വോയിസ് നോട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് ഇടുക. നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. തീർച്ചയായിട്ടും ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ അഡീഷണലായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. നമുക്ക് ലവ് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു കോഴ്സുണ്ട്. അത് ഏകദേശം 21 ഡേയ്സ് നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സാണ്. ആ 21 ദിവസം രാവിലെ എണീറ്റ ഉടനെയും രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും. മെയിനായിട്ട് ഈ ഒരു കോഴ്സ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഓൾറെഡി നല്ലൊരു റിലേഷൻഷിപ്പിലായിരുന്നു. ആ റിലേഷൻഷിപ്പിലായിരുന്ന ആൾ എന്തൊക്കെയോ പ്രശ്നത്തിൻ്റെ പേരിൽ ബ്രേക്കപ്പ് പറഞ്ഞ് പോയി. ആ വ്യക്തിയെ ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവരണം, ആ വ്യക്തിയുമായിട്ട് നല്ലൊരു ലൈഫ് ഉണ്ടാവണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പാച്ചപ്പ് ആക്കാൻ വേണ്ടിയിട്ട് മൈൻഡ് പ്രോഗ്രാമിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ 21 ഡേയ്സ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് ഫോഴ്സ് ചെയ്യാതെ തന്നെ അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടം, നഷ്ടപ്പെട്ട സ്നേഹമാണെങ്കിലും ഇഷ്ടമാണെങ്കിലും അതൊക്കെ വീണ്ടും റീക്രിയേറ്റ് ആയി നിങ്ങളെ മിസ് ചെയ്തുകൊണ്ട് അവർ നിങ്ങളെ തേടി വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണ് ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ഒരുപാട് വർഷത്തെ റിസർച്ചിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് തന്നെ അറിയാം, യൂട്യൂബിൽ തന്നെ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയിട്ട് 8-9 വർഷത്തോളമായി, ഏകദേശം ഒരു 10-12 വർഷമായി ഈ ഒരു റിലേഷൻഷിപ്പ് കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാനും നിങ്ങളുടെ റിലേഷൻഷിപ്പ് പാച്ചപ്പ് ആക്കാനും എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്താൽ അവർ തിരിച്ചു വരുമെന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു ധാരണ എനിക്കുണ്ട്. സോ അത് നിങ്ങൾ പറയുന്ന പോലെ തന്നെ എൻ്റെ തന്നെ പേഴ്സണൽ ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുക വാട്സപ്പിൽ. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാനും പരസ്പരം നല്ല കെമിസ്ട്രിയോടുകൂടി ഇൻറ്റിമസിയോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജീവിതം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞ ഈ കോഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും. എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എല്ലാം ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. നമസ്തേ.